ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നേ ഞാൻ ഒരു ചിക്കൻ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചേട്ടാ. ഇത് തികച്ചും യാദൃച്ഛികമായിട്ട് കിട്ടിയതാണ് ഈ ഒരു ചിക്കൻ. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇന്നൊന്ന് ഉറങ്ങിപ്പോയി, രാവിലെ ഇന്ന് പോകണ്ടാത്തതുകൊണ്ട് എല്ലാവരും എണീക്കാൻ ലേറ്റായി. ആ സമയത്ത് നമ്മുടെ മീൻകാരന്മാരെല്ലാവരും വന്നിട്ട് പോയായിരുന്നു. അങ്ങനെ ഇന്നൊന്നും കറി വയ്ക്കാൻ ഇല്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ഹോണടി കേട്ടതേട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും പുതിയൊരു മീൻകാരനായിരിക്കും എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അല്ല, ഇങ്ങനെ ചിക്കനൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അയാളുടെ കയ്യിൽ അരക്കിലോയുടെ പാക്കറ്റാണ് ഫുൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അരക്കിലോ എത്ര രൂപയെന്ന് ചോദിച്ചപ്പോൾ 100 രൂപയെന്ന് പറഞ്ഞു കേട്ടോ. 110 രൂപയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, എന്തായാലും മീൻ വാങ്ങുമ്പോൾ 100 രൂപ ആവുമല്ലോ, എന്നാൽ പിന്നെ ചിക്കൻ വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ശരിക്കും അരക്കിലെന്ന് പറഞ്ഞൊരു 4-5 പീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഒരു തോരൻ വെക്കാൻ ചോദിച്ചു, ഒരു കറി ആവുമല്ലോ. അപ്പോൾ എൻ്റെ കൂടെ ഈ പൊന്നു എപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ ഏതാണ്ട് വഴണ്ട് വന്നു. പിന്നെ അതിലോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഈ പൊന്നിന് ഞാൻ പോലെ എപ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൾക്കും കൂടി ചെയ്യണം പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. അങ്ങനെ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് പുള്ളിക്കാരി. അവൾക്കും പോകണ്ടല്ലോ, അങ്ങനെ എല്ലാവരും വീട്ടിലുണ്ട്. അങ്ങനെ അവളും എന്നെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ ഇട്ടു. ഉള്ളിയുടെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഒന്ന് നേരത്തെ പ്രിപ്പയർ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ മീനാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ചിക്കൻ കിട്ടിയതുകൊണ്ട് എന്ത് വയ്ക്കണം എന്നൊക്കെ ആലോചിച്ച് ചിക്കൻ കറി വയ്ക്കണോ, പിന്നെ ഞാൻ വേണ്ട, തോരൻ വയ്ക്കുക, എന്നും ചിക്കൻ കറിയൊക്കെ എല്ലാം നമ്മൾ വയ്ക്കുന്നത്, വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ അതിൽ 2 പച്ചമുളക് ഇടുന്നുണ്ടേ. ഞാൻ എല്ലാം ഈ മാക്സിമം സ്പോട്ടിൽ തന്നെ അങ്ങ് ഇടാൻ വേണ്ടി നോക്കും കേട്ടോ. പിന്നെ ഈ പച്ചമുളക് ഒരു പാത്രത്തിലോട്ട് കട്ട് ചെയ്ത് വെച്ച് ടൊമാറ്റോ വേറൊരു പാത്രത്തിലോട്ട് കട്ട് വെച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല. മാക്സിമം ആ സ്പോട്ടിൽ തന്നെ അങ്ങ് ഡയറക്റ്റായിട്ട് അങ്ങ് ഇടും. പിന്നെ നമ്മുടെ ആ പാത്രങ്ങളൊക്കെ നമ്മളും തന്നെ അല്ലേ കഴുകേണ്ടത്. അപ്പോൾ മാക്സിമം പാത്രങ്ങളൊക്കെ കഴുകാൻ മടിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ മുളക് പൊടി ഒരു കുഞ്ഞു പാത്രത്തിൽ, മല്ലിപ്പൊടി ഒരു കുഞ്ഞു പാത്രത്തിൽ. അപ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര അവരൊക്കെ ഇത്രയും കഴുകണമല്ലോ, എന്തുമാത്രം കഴുകേണ്ടി വരുമെന്നൊക്കെ. നമ്മൾ ഭയങ്കര മടിച്ചുകളാണല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇടുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ പൊടികളൊക്കെ ഇട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ചിക്കനും കൂടി ഇടും കേട്ടോ. ചിക്കനും കൂടി ഇട്ടു. ഈ ഒരു സ്റ്റേജ് വരെ വളരെ മനോഹരമായിട്ടും കറക്റ്റായിട്ടും ഞാൻ നീറ്റായിട്ടൊക്കെ ചെയ്ത് വന്നിരുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതുവരെ മറ്റേ നമ്മൾ ഇന്നസെൻ്റായിട്ട് പറയുമ്പോൾ ഇതുവരെ വളരെ ശരിയാണ് കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ അടച്ചു വെച്ച് തീയും കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് പുറത്ത് തുണി വിരിക്കാനൊക്കെ പോയായിരുന്നു. വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് പ്ലീസ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. വളരെ ആഗ്രഹിച്ച് നമ്മളൊന്നുണ്ടാക്കിയുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായ കേട്ടോ. ഞാൻ ഫ്ലെയിമൊക്കെ കൂടി ഇരിപ്പുണ്ട്. ചിക്കൻ തോരൻ കരഞ്ഞു ഗൈസ്. ചിക്കൻ 55 ആയി ഗൈസ്. പിന്നെ ഒരു ഡൗട്ട് തോന്നി വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഈ ഒരു സ്റ്റേജ്. നമ്മൾ ചിക്കൻ്റെ ഈ ഒരു കഷ്ണങ്ങൾ മാത്രം വലുതായിട്ട് കരിഞ്ഞില്ല, ബാക്കി എല്ലാ അടിയിലുള്ള എല്ലാ ഭാഗങ്ങളും കരിഞ്ഞു പോയി കേട്ടോ. ഈ പുള്ളിക്കാരിയാണ് എനിക്ക് ഭയങ്കര സംശയം. എൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നിന്നവളെ പിന്നെ കാണാനില്ലായിരുന്നു. ഞാൻ ഇവിടെ പോയിച്ചോ ഇനി വെള്ളം കുടിക്കാൻ വേണ്ടി പോയി അമ്മ എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞാനിത് കളയണോ വീണ്ടും വെക്കണോ എന്നൊക്കെ കുറേ നേരം ആലോചിച്ച് പിന്നെ വിചാരിച്ചു എന്നാൽ വെക്കുക, എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇവരെയൊക്കെ എത്തിയതല്ലേ. ആ പാത്രമൊക്കെ കഴുകിയെടുക്കാൻ ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ബാക്കിയുണ്ടായിരുന്ന ആ ഒരു പീസ് മാത്രമേ, ആ ഉള്ളിയെല്ലാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം കരിഞ്ഞു കേട്ടോ. ആ ഒരു പീസ് മാത്രമേ കിട്ടിയുള്ളൂ. ഇടയ്ക്ക് എല്ലേ നോക്കി ഒരു കഷ്ണം എടുത്ത് ജസ്റ്റ് കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല, ഇങ്ങനെ കരിഞ്ഞായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ പൊന്നിന് കൊടുക്കുകയാണേ, ചെറിയൊരു പീസ് കൊടുത്ത്, കാരണം കറക്റ്റായിട്ട് വെന്തിട്ടില്ലല്ലോ. അപ്പം അവൾ രാവിലെ മുതലേ അവളിങ്ങനെ എൻ്റെ പുറകെ നടക്കേണ്ടത് വെച്ച സമയത്ത് ഉപ്പ് നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അവൾ കൂടി കൊടുക്കാൻ ചോദിച്ചു. അപ്പോൾ അവൾ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല അമ്മ, പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു എന്തായാലും വെച്ചതിന് ശേഷം കൊള്ളില്ലെങ്കിൽ എടുത്ത് കളയാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടായിരുന്നു കേട്ടോ, കാരണം അതിന് വേറെ നമ്മുടെ സാധനങ്ങളൊക്കെ കരിഞ്ഞു പോയല്ലോ. വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ ഉള്ളിയും അതൊക്കെ സാധനങ്ങളെല്ലാം കരിഞ്ഞു പോയി. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അതിന് ശേഷം ഒന്നും വയ്ക്കാൻ വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ ഈ ചോറെന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലുള്ളൊരു കളറും ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ മനസ്സിൽ വരുമല്ലോ. അതൊക്കെ പോയത് കൊണ്ട് പിന്നെ എനിക്കൊന്നും ഒട്ടും താല്പര്യമില്ലെന്ന് വയ്ക്കുക. ഇങ്ങനെയോ വെച്ച് കളയുമല്ലോ, ആ ഒരു മൈൻഡായിരുന്നു. പിന്നെ എന്താണ്, കുറച്ച് കുരുമുളക് പൊടിയും
മുളക് പൊടി അങ്ങനെ പൊടികളൊക്കെ ഞാൻ രണ്ടാമത് എക്സ്ട്രാ ചേർത്ത് അടച്ച് വെച്ച് അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി, കാരണം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടില്ലായിരുന്നു. വെള്ളമൊക്കെ ഇറങ്ങി അതിനെയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു തൃപ്തിയില്ല കേട്ടോ വയ്ക്കുന്ന സമയത്ത്. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കും. അതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലിഡ് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുമായിരുന്നു. ഇനി നമുക്കൊരു അബദ്ധം വരാൻ പാടില്ലല്ലോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ലിഡൊക്കെ ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കും. ഇനി എന്തൊക്കെയോ പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, ചിക്കൻ മസാല പൊടിയൊക്കെ. എനിക്ക് ആ ഒരു കരിഞ്ഞതിന് ഒരു ഫ്ലേവർ വരാൻ പാടില്ലല്ലോ. ഞാൻ എന്തൊക്കെയോ ഇടാനൊക്കെ മറന്നു കേട്ടോ, കരിവേപ്പില, മല്ലിയില, അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഇടാനൊക്കെ ഞാൻ മറന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എനിക്ക് വയ്ക്കാനേ തോന്നിയില്ല. അങ്ങനെ അടി പിടിച്ചൊക്കെ പോയതുകൊണ്ടേ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ അതങ്ങ് ഫ്ലോപ്പായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള വിഷമമാണ് എനിക്കന്ന് ഉണ്ടായത്. പിന്നെ ഒരുവിധം അതിനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കളറേ അല്ല കേട്ടോ. ഇത് തോരനാണോ അവിയലാണോ അങ്ങനെയൊക്കെ ഏതാണ്ടൊരു കളറിലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എന്താണ്, അതിനെ ഞാൻ പൊന്നുവിന് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേ കേട്ടോ. ഞാൻ പറയാം എൻ്റെ പുറകെ നടപ്പുണ്ട്. വെച്ച സമയത്ത് കേട്ടോ ഉപ്പ് നോക്കാം, മുളക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പാത്രമൊക്കെ എടുത്തുകൊണ്ട് അവൾ റെഡി നിൽക്കുകയാണ്. പിന്നെ ഞാൻ അവൾക്ക് തന്നെ ഫസ്റ്റ് കൊടുത്തു. ശരിക്കും എൻ്റെ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാനിതുപോലെയാണ് ചിക്കൻ വയ്ക്കുന്നത്. പണ്ടൊക്കെ ചിക്കൻ ഈ വല്ലപ്പോഴൊക്കെ വയ്ക്കുള്ളൂ, ഇതുപോലെ നമ്മൾ ആഴ്ച തോറൊന്നും വാങ്ങൂലല്ലോ. അപ്പോൾ വയ്ക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ അടുക്കള നിൽക്കുന്നിട്ട് അമ്മയുടെ അടുത്ത് ഓരോ പീസൊക്കെ ചോദിക്കും നമ്മൾ പറയും. അപ്പോൾ ഈ പൊന്നി ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് അമ്മ പറഞ്ഞ് എൻ്റെ ഒരു കുട്ടിക്കാലമൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ അവളെ ടേസ്റ്റ് നോക്കിയപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, ഇനി അമ്മ കരിച്ച് വെച്ചാൽ മതി ഇതുപോലെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റൊന്നും അതൊന്നും കരിഞ്ഞതൊന്നും അറിയാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലോപ്പായ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളൊക്കെ അബദ്ധമല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.